ശബരിമലയിൽ വൻ കവർച്ചയ്ക്ക് പ്രതികൾ പദ്ധതിയിട്ടുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ശ്രീകോവിലിലെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികളും കവർച്ച ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ആസൂത്രണം നടത്തി. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുള്ള സത്യവാങ്മൂലത്തിലാണ് SITയുടെ വെളിപ്പെടുത്തൽ. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. തെളിവുകൾ നശിപ്പിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച. CDR പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കളും തട്ടിയെടുക്കാൻ സംഘം ശ്രമിച്ചുവെന്നും SIT കണ്ടെത്തി. കവർച്ചയിൽ ഗോവർദ്ധന് മുഖ്യ പങ്കുണ്ട്. പ്രായച്ചിത്തമായി ഗോവർദ്ധൻ സ്വർണവും പണവും നൽകിയത്. എന്നാൽ പണം നൽകിയത് ദേവസ്വം ബോർഡിനല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് പണം കൈമാറിയതെന്നും SIT കണ്ടെത്തി. 1999-ൽ സ്വർണം പൂശിയതിനെ കുറിച്ച് ഗോവർദ്ധന് അറിവുണ്ടായിരുന്നു. 95 മുതൽ ശബരിമലയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഗോവർദ്ധനെന്നും SIT. പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ നിർദ്ദേശാനുസരണമെന്ന കൽപേഷിന്റെ മൊഴി നിർണായകമായി. കവർച്ച പോയ സ്വർണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുന്നതായി SIT സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.